കലിപ്പന്റെ കുറുമ്പി പെണ്ണ് പാർട്ട് 6. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇനി എന്താ ചെയ്യാ ജയ, നീയെ തന്നെ പറ. ജാനകിയപ്പ ദയനീയമായ അച്ഛനെ നോക്കുന്നുണ്ടായിരുന്നു. വരനെ സ്വീകരിച്ചുകൊണ്ട് മണ്ഡപത്തിലിരുത്തുന്ന ചടങ്ങിനെ മുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ പലർക്കും സംശയങ്ങളാണ്. ഇനി പെണ്ണിറങ്ങിപ്പോയിന്നോ മറ്ററിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അല്ല, അപമാനഭാര അച്ഛനുള്ള ആ ചോദ്യത്തിന്റെ മറുപടിയായി മാറി. സിദ്ധു, നീ എന്തോന്നും മിണ്ടാത്തേ? അമ്മയാളുടെ അരികിലേക്ക് ചെന്ന് ചുമൽ കൈ വെച്ചു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ മോനെ? അയാളപ്പോൾ വിഷാദത്തോടെ ചാരുവിനെ നോക്കി. അയാളിൽ നിന്ന് നോട്ടം മാറ്റി ചാരുലത ജാനകിയപ്പയുടെ അടുത്തേക്ക് പോയിരുന്നു. മുത്തശ്ശനും മുത്തശ്ശി ഒരറ്റത്തായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം പറയേണ്ട ആളാണ്. സ്വാതിയേച്ചി പോയി എന്നറിഞ്ഞ ശേഷം നാവ് ചലിച്ചിട്ടില്ല. അതെ, മുഹൂർത്തം തുടങ്ങാൻ സമയമായിട്ടോ? മോളിതൊരു ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അമ്പല കമ്മിറ്റിയിലെ മുതിർന്ന ഒരാളുടെ ചോദ്യം കേട്ട് ചാരുലതയുടെ മുഖം വറ്റിവരണ്ടു. അതിന് ഞാനല്ല. വിക്കി പറയാനൊരുങ്ങിയ ചാരുവിനെ തടഞ്ഞുകൊണ്ട് ജാനകിയപ്പ അയാളോടായി പറഞ്ഞു. പൂജ തുടങ്ങാൻ പറഞ്ഞോളൂ, മുഹൂർത്തം തെറ്റിക്കണ്ട. സമ്മതത്തോടെ അയാൾ തലയാട്ടിക്കൊണ്ട് തിരിച്ചിറങ്ങിപ്പോയപ്പോൾ എല്ലാവരുടെ മുഖത്തും സംശയഭാവം പ്രകടമായിരുന്നു. ജാനകിയേച്ചി എന്തിനാ അയാളോട് അങ്ങനെ പറഞ്ഞ്? സ്വാതിമോള് വരാതെ എങ്ങനെയാ വിവാഹം നടക്കുന്നേ? അച്ഛന്റെ ചോദ്യം അമ്മ ഏറ്റുപിടിച്ചു. ഏടത്തെ അയാളോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. നടക്കാത്തൊരു വിവാഹത്തിന്റെ പേരിൽ വന്നുകൂടിയിരിക്കുന്നവരെ കാത്തിരുത്തി മുഷിപ്പിക്കാതെ പിരിച്ചുവിടുകയായിരുന്നു വേണ്ടിയിരുന്നത്. ആരാ പറഞ്ഞ നടക്കാത്ത വിവാഹമാണെന്ന്? ഈ വിവാഹം നടക്കും നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില്. വരൻ എന്റെ മകൻ സിദ്ധാർത്ഥ്, വധു ഇവളാ ചാരുലത. അവൾ ഇറുകെ പിടിച്ചുകൊണ്ട് ജാനകി ജയവർദ്ധനെ നോക്കി. വാക്കുകളുടെ പൊള്ളൽ മനസ്സിനേറ്റ പോലെ അവൾ അറിയാൻ ഞെട്ടിമാറാൻ ഒരുങ്ങുമ്പോഴും അവരവളുടെ ദേഹത്തുനിന്ന് പിടിവിട്ടില്ല. എനിക്ക് ജയന്റെയും കല്യാണിയുടെയും തീരുമാനം അറിയേണ്ടത്. സുധീർണമ്മാനും ജാനകിയപ്പയുടെ വാക്കുകൾ ശരിവെക്കുമ്പോൾ അച്ഛനും അമ്മയും പ്രതീക്ഷയോടെ തന്നെ നോക്കുന്നത് ചാരുലത കണ്ടു. അമ്മപതിയെ അവൾക്കരികിലേക്ക് വന്ന് മുടിയിൽ തലോടി. അവൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ത്യജിക്കുകയാണെന്ന് കരുതരുത്. അച്ഛനും മുത്തശ്ശനും ഒക്കെ ഓർക്കാൻ പറ്റാത്ത തെറ്റാ മോളുടെ ചേച്ചി ചെയ്ത്. എൻ്റെ ഒരു മകൾ ചെയ്ത തെറ്റ് വേറൊരു മകളിലൂടെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അമ്മ ഇതിന് സമ്മതം പറയട്ടെ. ചാരുലത അന്തിച്ച് നോക്കി. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചിക്ക് പകരം ഞാനോ? ഈ ജന്മം സാധിക്കില്ലത്. സിധുവിന് ആ രീതിയിൽ കാണാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല അപ്പേ. തിരിഞ്ഞ് ജാനകിയപ്പയോട് ഇത് പറയുമ്പോഴും ചാരുവിനെ മിഴികൾ നിറഞ്ഞു വന്നിരുന്നു. വാശി പിടിക്കല്ലേ മോളെ. അച്ഛന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി മോളിത് സമ്മതിക്കണം. അച്ഛൻ വേണമെങ്കിൽ മോളുടെ കാല് പിടിക്കാം. മൂത്തവൾ ഇറങ്ങിപ്പോയെന്ന പേര് ദോഷം എൻ്റെ മോളുടെ ഭാവിയെ അപകടത്തിലാക്കും. നിങ്ങൾ പരസ്പരം അറിയാവുന്നവരല്ലേ മോളെ? ഈ അച്ഛനെ ഓർത്ത് മോളിതിനെ സമ്മതിക്കണം. ഇങ്ങനെ ഒരു വിവാഹമല്ല മോൾക്ക് വേണ്ടി അച്ഛൻ സ്വപ്നം കണ്ടത്. പക്ഷേ സാഹചര്യം, എൻ്റെ ഒരു സന്തതി കാണിച്ച അറിവില്ലായ്മ രണ്ട് കുടുംബത്തിൻ്റെ അന്തസ്സിനെ ആ ചോദ്യചിഹ്നമായി മാറ്റിയിരിക്കുന്നത്. ഇതിൽ നിന്നൊരു രക്ഷപ്പെടൽ എൻ്റെ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പറഞ്ഞതും അവളെ ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടിയിരുന്ന അദ്ദേഹം, ഇതിൽ ഇന്നൊരു രക്ഷ മോളായിട്ട് നൽകിയില്ലെങ്കിൽ ഇളവന്നൂരിന് പിന്നെ ഒരു പേരില്ല മോളെ. ജാനകിയിലൂടെ പോയത് ഒരിക്കൽ കുടുംബത്തിൻ്റെ അന്തസ്. അന്നത് നികത്താനായില്ല. ഇന്ന് സ്വാതിലക്ഷ്മി അത് ആവർത്തിച്ചു. പക്ഷേ എൻ്റെ പൊന്നുമോൾക്ക് അവൾ ചെയ്തതിൻ്റെ ആക്കം ദൂരീകരിക്കാനാവും. മുത്തശ്ശിയും നരവീണ കൺപീലുകളിൽ ജലം പൊടിച്ചു. ചാരുലതയാകെ തളർന്നുപോയി. തൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നായ ചുറ്റും നിന്ന് ഒരിക്കലെന്നോ തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നവനെ സ്വീകരിക്കാൻ നിർബന്ധിക്കുകയാണ്. ഒരിക്കലും തൻ്റെ മുമ്പിൽ ഇതുപോലൊരു അവസരം വരില്ലെന്ന് ഉറപ്പോടെ പ്രണയിച്ചതാണ്. ആ പ്രണയം വറ്റിവരണ്ട് നൂൽശകലം പോലെ ആയപ്പോൾ ആഗ്രഹിക്കാത്തന്നെ അങ്ങനെയൊന്നും തന്നിൽ വന്നു ചേർന്നിരിക്കുന്നു. ശരിക്കും താനിത് ആഗ്രഹിക്കുന്നില്ലേ? സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് ചാരുലത നോക്കി. എന്തൊക്കെയോ പ്രതീക്ഷകൾ അവിടെ ഒളിമിന്നുന്നുണ്ട്. അത് പക്ഷേ തന്നിൽ വീണ്ടും വെറുപ്പുണ്ടാക്കുന്നു. ചേച്ചി, ഇയാൾ കാരണം തന്നെ കാരണം ഹൃദയം നിന്നാണ് ഇവിടുന്ന് പോയതെങ്കിൽ താൻ ഈ ചെയ്യുന്ന തെറ്റല്ലേ? വേറൊന്നും ഇപ്പോൾ ആലോചിക്കരുത് ചാരു. ഞാൻ കാരണം ഒരിക്കലും ഈ കുടുംബത്തിന്റെ സൽപ്പേര് കളങ്കപ്പെട്ടു. നീ എൻ്റെ സ്വന്തം മോള് തന്നെയാ. അന്ന് ചെയ്തൊരു തെറ്റിന് പകരമായിട്ട് അപ്പയ്ക്ക് ഈ വിവാഹം നടത്തണമെന്നായിരുന്നു സ്വാതിയായിട്ട്. എനിക്ക് അവളും നീ ഒരുപോലെയാ മോളെ. മോള് വേഗം തയ്യാറാവണം. പുടവയും ആഭരണങ്ങളും അണിഞ്ഞ് മണ്ഡപത്തിലേക്ക് വരണം. ജാനകിയപ്പയുടെ വാക്കുകൾ വീണ്ടും കാതിലുറക്കുകയാണ്. യാന്ത്രികമായി ചാരുലത സമയക്കൂട്ടുകൾ അണിഞ്ഞു. സ്വാതിക്ക് വേണ്ടി ഒരുക്കിയ പൊന്നിൽ ചാരുലത ജ്വലിച്ചിരുന്നു. ഒടുത്തിരുന്ന ഡിസൈനർ സാരിക്ക് പകരം വിവാഹത്തിന്റെ ചുവന്ന പട്ടവൾ ദേഹത്തണിഞ്ഞു. സ്വാതിക്ക് വേണ്ടി തിരഞ്ഞ ഓരോ ആഭരണവും ചാരുലതയുടെ വിയർപ്പിലൊട്ടി. സർവാഭരണങ്ങളും അണിഞ്ഞ ചാരുലതയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. ഇന്നലെ വരെ സ്നേഹിച്ച പെണ്ണിന് അനുജത്തിയായി കാണേണ്ടി വരുന്ന വിധിയെ പഴിച്ച് ജീവിക്കുകയായിരുന്നു താൻ. തൻ്റെ പെണ്ണിനോട് ചെയ്ത തെറ്റിൽ നീറി ഓരോ നിമിഷവും കഴിയുകയായിരുന്നു. അവളെ ആദ്യമായി ധാവണിയിൽ കണ്ട നിമിഷം ഒരു കടുകുമണി പോലെ തെറിക്കുന്ന പെണ്ണ്. അതിൽ നിന്നിപ്പോൾ ഒരു വധുവിൻ്റെ വേഷത്തിലേക്കുള്ള രൂപമാറ്റം. തൻ്റെ വധുവായി സിദ്ധാർത്ഥ് മനസ്സുകൊണ്ട് 1000 ചുംബനങ്ങൾ അവൾക്ക് നൽകി. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയതാണ് തൻ്റെ പിഴവ് മൂലം. പക്ഷെ തിരിച്ചിട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും കൈവിട്ട് കളയില്ല. ആരെതിർത്താലും നെഞ്ചോട് ചേർത്ത് പിടിക്കും. സിദ്ധുവിൻ്റെ പെണ്ണായിട്ട്. സിദ്ധാർത്ഥിന്റെ ഹൃദയവും ആനന്ദത്താൽ അശ്രുപൊഴിച്ചിരുന്നു. ഒളികണ്ണാൽ അവളെ നോക്കിയിട്ടും അവൾ അല്പദൃഷ്ടി പോലും തനിക്ക് നൽകിയിട്ടില്ല. തന്നോടുള്ള വെറുപ്പിൽ പൊതിഞ്ഞിരിക്കുകയാണ് ആ മുഖവും മനസ്സും. ഇങ്ങനെ ആയിരുന്നില്ല അവൾ. ഇതിനും കാരണം താൻ തന്നെയാണ്.
സിദ്ധാർത്ഥ് വൈഷമ്യത്തോട് ഓർത്തു. ഈ വിവാഹം നടക്കാൻ പാടില്ല ജയവർദ്ധ. സ്വാതിമോൾ തിരിച്ചു വരുമായിരിക്കും. തൽക്കാലത്തെ മാനെ രക്ഷിക്കാൻ എന്റെ ചാരുവിനെ നീ അവന് കൊടുക്കരുത്. അച്ഛൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? സിദ്ധാർത്ഥ് എന്റെ മകൻ തന്നെയാ. ഒളിച്ചിറങ്ങിപ്പോയ എന്റെ മോളെ വീണ്ടും അവന് തലയിൽ കെട്ടിവെക്കാൻ ഞാൻ ഒരുക്കല്ല. അഭിമാനമാണ് എനിക്കും വലുത്. അച്ഛനതായിരിക്കണമല്ലോ. 27 വർഷങ്ങൾക്ക് മുമ്പ് അപമാനം ഭയം തന്നെയല്ലേ അച്ഛനും ജാനകിയച്ച പടിയടച്ച് ഇറക്കി വിട്ട്. എന്റെ മോളെ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ഈ വിവാഹം നടന്നു കാണല. അതിലിനി അച്ഛന്റെ അഭിപ്രായം തടസ്സമായി മാറരുത്. തിരിച്ചൊന്നും പറയാനാവാതെ മുത്തശ്ശൻ തരിച്ചിരിക്കുന്നു. ചാരു മറിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു. വാദിഘോഷങ്ങളുടെ അകമ്പടിയോടെ സിദ്ധാർത്ഥ് മണ്ഡപത്തിലേക്ക് ഇരുന്നു. അരികിലായി ചാരുലതയും. ചന്ദനത്തിൽ പുതഞ്ഞ താലിയോടെ കഴുത്തിന് നേരെ നീട്ടുമ്പോഴും അവളുടെ മുഖം മ്ലാനമായിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ ഉള്ളിലച്ചു. നാദസ്വരത്തിന്റെ ഒഴുക്കിൽ സിദ്ധാർത്ഥിന്റെ വിരലുകൾക്കിടയിലെ താലി അവളുടെ കഴുത്തിൽ പതിഞ്ഞു. താഴ്ത്തിയിരുന്ന മുഖം മൃദുവായി പൊക്കി തനിക്ക് നേരെയാക്കി അവളുടെ നെറുകയിൽ സിന്ദൂരം വരച്ചു. അതുവരെ ഉണ്ടായിരുന്ന വെറുപ്പ് അവൾ കണ്ണീരിൽ അലിയിക്കുന്ന പോലെ സിദ്ധാർത്ഥിന് തോന്നി. അഗ്നിക്ക് ചുറ്റും 7 വട്ടം വലം വെക്കുമ്പോൾ സിദ്ധാർത്ഥ് ഇനിയൊരിക്കലും ചാരുവിന്റെ കണ്ണു നിറക്കില്ലെന്ന ശബ്ദമെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥിനോടുള്ള പക ഹോമകുണ്ടത്തിൽ അഗ്നി കണക്കെ ചാരുവിന്റെ ഉള്ളിൽ ആളി പടരുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി വരൂ മോളെ. തിരിയിട്ട നിലവിളക്ക് ചാരുലതയുടെ കൈകളിൽ ഏൽപ്പിച്ച് ജാനകി പറഞ്ഞു. അത് കൈനീട്ടി സ്വീകരിക്കുമ്പോഴും വലതുകാൽ വെച്ച് വീടിനകത്തേക്ക് കയറുമ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയുടെ ഒരു ലാഞ്ചന പോലും സിദ്ധാർത്ഥിനെ കണ്ടെത്താനായില്ല. താലികെട്ട് കഴിഞ്ഞ് അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് ഒരല്പമെങ്കിലും കണ്ണീർ വീഴ്ത്താത്ത പെണ്ണിനെ ആദ്യമായി കണ്ട് തന്റെ ഭാര്യയിലൂടെയാണ്. 1.5 മണിക്കൂർ ഇടവേളയിൽ ഒരക്ഷരം മുഖമുയർത്തി സംസാരിച്ചിട്ടില്ല. യാത്രയിലുടനീളം ഇരുണ്ട മൂടിയ വാർമേഘം കണക്കെ അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായി വിരൽത്തുമ്പിൽ തൊട്ടപ്പോൾ പൊള്ളലേറ്റതുപോലെ കൈ പിൻവലിച്ചു കളഞ്ഞു. അമ്മയുടെ നിർദ്ദേശങ്ങളെല്ലാം യന്ത്രം കണക്കെ അവൾ അനുസരിക്കുന്നത് സിദ്ധാർത്ഥ് നോക്കി നിന്നു. ഇളവന്നൂരിനടുത്ത് നിന്ന് കുറച്ച് അകലെയാണ് പുതിയ വീട് താൻ വെച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളതിൽ അവൾക്ക് പുതുമയുള്ളതായിരിക്കും. അമ്മയോടൊപ്പം അടുക്കളയിലേക്ക് കയറിയ ശേഷം അവൾ പിന്നെ കണ്ടിട്ടില്ല. എല്ലാം തുറന്ന് സംസാരിച്ചേ പറ്റുള്ളൂ. ഒന്ന് വന്നിരുന്നെങ്കിൽ. എല്ലാ തെറ്റിനും ആ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടായാലും വേണ്ടില്ല. അവളുടെ മുഖത്തെ പഴയ സന്തോഷം ഒന്ന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അവളെ തനിച്ചൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ആലോചിച്ച് വിഷണനായിരുന്നപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ ഫോൺ ശബ്ദിച്ചത്. ഹലോ അർജുൻ, പറയണ. മറുതൽക്കൽ അർജുനാണ്. 12 വർഷം ഒന്നിച്ച് കൂടെ പഠിച്ച തന്റെ സഹപാഠി. നീ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്? സിധു, ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ഈവനിങ് ഫ്ലൈറ്റ് വന്ന് കയറിയതേ ഉള്ളൂ. വിവാഹമംഗളായിട്ട് നടന്നില്ലേ? എല്ലാം വിശദമായിട്ട് പറയാം, നേരിട്ട് കാണട്ടെ. സ്വാതി ലക്ഷ്മി അതല്ലേ പേര്? നോ, ചാരുലത. എന്താ നീ മുമ്പ് വിളിച്ചപ്പോൾ ഇതല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്? ചാരുലത ഈ പേര്? ഓ, ഇത് ആ കക്ഷിയല്ലേ നിന്റെ നഷ്ടപ്രണയം, സ്വാതിയുടെ അനുജത്തി. അവളോ? അതെങ്ങനെ സംഭവിച്ചു? ഞാനെല്ലാം പറയടാ. നാളെ നീ വീട്ടിലേക്കൊന്ന് വരണം. ഏയ് അത് പറ്റില്ല, പുതുമോടി നിങ്ങളല്ലേ. അപ്പൊ ചടങ്ങ് പ്രകാരം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആദ്യത്തെ വരുന്ന എൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ. എനിക്കൊന്നും നിന്നോട് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് സിദ്ധു. ചാരുലതയും കൂടി രാവിലെ പോന്നേക്കണം. ആ വരാർജു. പക്ഷേ ഒരു പക്ഷേയില്ല. എന്താ നിങ്ങൾ കൂട്ടിക്കൊണ്ടൊരാളയക്കണോ? കൂടുതൽ നാളെ സംസാരിക്കാം. ഇവിടെ എന്നോട് സംസാരിക്കാൻ കാത്തിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാം പറഞ്ഞ പോലെ. അപ്പുറത്ത് കോൾകെട്ടായെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു. ചാരുവാണ്. നിറഞ്ഞ പാൽ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ച് ചാരുലത വാതിലിന്റെ ബോൾട്ടിട്ടു. ഒരു നിമിഷത്തെയെങ്കിലും അവളുടെ കടാക്ഷത്തിനായി കാത്തിരുന്ന സിദ്ധാർത്ഥിനെ ലവലേശം പോലും ശ്രദ്ധിക്കാതെ അവൾ ജനാലവിരികൾ വലിച്ചിട്ടു. ചാരു, എനിക്കൽപ്പം സംസാരിക്കാനുണ്ട്. സിദ്ധാർത്ഥിന്റെ വാക്കുകൾക്ക് ചെവി നൽകാതെ അവൾ ബെഡിലടക്കിയിരിക്കുന്ന ഷീറ്റുകൾക്കിടയിൽ നിന്ന് ഒന്ന് വലിച്ചെടുത്ത് നിലത്തേക്ക് വിരിച്ചു. ചാരു എന്നുള്ള ദേഷ്യം തന്നെ സ്വന്തം ശരീരത്തിനോട് കാണിക്കുന്നത്. ബെഡിൽ വന്ന് കിടക്ക്. ഞാൻ നിലത്തി കിടക്കാം. ചാരുലത് നിശബ്ദയായി തിരിഞ്ഞു കിടന്നു. പെട്ടെന്ന് എന്തോർത്ത് ഒരാൾ AC ഓഫ് ചെയ്തു. അധികം തണുപ്പ് ചാരുവിന് ഇഷ്ടമല്ല. പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കിടയിൽ നിന്ന് അയാൾ അത് ഓർത്തെടുത്തു. ചെറിയൊരു തണുപ്പ് മതി അവൾക്ക് പനിച്ചു വിറക്കാൻ. ഉഷ്ണം വന്ന് നിറഞ്ഞ മുറിയിൽ അയാൾ വീർത്തു വിളിക്കുമ്പോഴും വിറച്ചുകൊണ്ടിരുന്ന വിരലുകൾ നിശ്ചലമായി. ശാന്തമായി ഉറക്കത്തിലേക്ക് വഴുതുന്ന ചാരുലതയെ നോക്കി നിന്നു അയാൾ. പാടകെട്ടി തുടങ്ങിയ പാൽ ഗ്ലാസ് ജനലിനപ്പുറത്തേക്ക് അമിഴ്ത്തുമ്പോഴും അയാളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഇത്തിരിവട്ടം മിന്നുന്നുണ്ടായിരുന്നു. ദീർഘനിശ്വാസത്തോടെ സിദ്ധാർത്ഥ് ജനലഴികളിലൂടെ ദൂരേക്ക് നോക്കി നിന്നു. ഇത്ര നാൾ കൂടി നാട്ടിലേക്ക് വന്നിട്ട് ആ പയ്യൻ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞല്ലേ? മക്കൾ രണ്ടാളും കൂടി പോയിട്ട് വാ. കുളിച്ചീറനോടെ കുളിമുറിയിൽ നിന്ന് വരുമ്പോഴായിരുന്നു അമ്മയുടെയും മകന്റെയും സംസാരം ചാരുലത ശ്രദ്ധിച്ച്. എങ്ങോട്ട് പോകുന്ന കാര്യമാണ്? അവൾ ചെവിയോർത്തു. ചാരൂരെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ധാർത്ഥിന്റെ ശബ്ദം നേർന്നിരുന്നു. അവൾ വരുമോനെ. അവൾ എത്ര നിന്നോട് ദേഷ്യം കാണിച്ചാലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയും. സംയമനം പാലിക്കേണ്ട നീയാ. ശാസനയോടെ ജാനകിയപ്പ സിദ്ധുവിനെ കടന്നു പോകുമ്പോഴും ചാരുലതയുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും സ്വാതിയുടെ തിരോധാനത്തിന് പിന്നിൽ സിദ്ധാർത്ഥാണെന്ന സംശയം കൂടുതൽ ശക്തി പ്രാപിച്ചു. ആരും നിർബന്ധിക്കാതെ തന്നെ ചാരുലത ഒരുങ്ങി കൂടെ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. അവരിലും പ്രതീക്ഷയുടെ നറുപുഞ്ചിരി വിടർന്നു. എന്റെ പഴയൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്. +2 വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കോളേജും പിന്നെ ജോലി കിട്ടിയപ്പോഴും വേറെ ആയിപ്പോയെങ്കിലും ഞങ്ങളുടെ സൗഹൃദത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല.
അർജുൻ എന്ന പുള്ളിക്കാരൻ്റെ പേര്. എൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അവനോട് പറയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ നിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ല. വെളിക്കാഴ്ചകളിലേക്ക് തലതിരിച്ചിരിക്കുകയാണ് ചാരുലത. നമുക്ക് വേണ്ടി എന്തൊക്കെയോ സർപ്രൈസ് അവൻ ഒരുക്കുന്നുണ്ട്. ആളിത്തിരി നന്മ നിറഞ്ഞൊരു വഷളനാ. അവനെ പറ്റിയൊരു മുൻധാരണ തന്നേ ഉള്ളൂ. വീണ്ടും ചാരും അവനും പാലിച്ചു. എന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ഉള്ളിലെ തീയെന്ന് നടക്കാൻ. സിദ്ധാർത്ഥ് കാറിന്റെ സ്റ്റിയറിംഗിൽ വിരലുകൾ അള്ളിപ്പിടിച്ചിരുന്നു. മുഹൂർത്തം കഴിഞ്ഞ് ഇന്ന് വരെ ഇപ്പോൾ വരെ തനിക്ക് വേണ്ടി അവൾ നാവൊന്ന് ചലിപ്പിച്ചിട്ട് കൂടിയില്ല. ചെറിയൊരു പ്രതികരണം ഉണ്ടായാൽ ആ കാൽ വീണ് കഴിഞ്ഞതിനെല്ലാം മാപ്പ് പറയാമായിരുന്നു. ആൾക്ക് വേണ്ടി എത്ര വേണമെങ്കിലും താഴാൻ താൻ തയ്യാറാണ്. വീണ്ടും പഴയപടി മൗനം മറുപടിയായി നൽകി ചാരുലത സിദ്ധാർത്ഥിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പരസ്പര ബന്ധം പോലുമില്ലാത്ത എന്തൊക്കെയോ വാതോര സംസാരിച്ചിട്ടും ചാരുവിന്റെ ഭാഗത്ത് നിസ്സംഗതയില്ലാതെ സിദ്ധാർത്ഥിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാറ് വളവ് കഴിഞ്ഞ് വലിയൊരു വീടിനുമ്പിലെത്തി. വരണം വരണം മിസ്റ്റർ ഇന്ത്യയുടൻ. കളിയോടെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥിന് ഹസ്തദാനം നൽകി. സിദ്ധാർത്ഥ് പരിചയപ്പെടുന്നതിന് മുമ്പേ തന്നെ അർജുൻ ചാരുലതയുടെ കൈ പിടിച്ച് കുലുക്കി. ഹലോ മിസ്സിസ് സിദ്ധാർത്ഥ് മേനോൻ, ഞാൻ ഭവതിയുടെ നാഥന്റെ പഴയൊരു കളിത്തോഴനാ. അയാളുടെ വാചാലതയും തമാശയും കൊണ്ടാണോ ചാരുലതയുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു. അകത്തേക്ക് വരാൻ നിനക്ക് ക്ഷണക്കത്തയക്കണോടാ. അർജുൻ സിദ്ധാർത്ഥിന് നേരെ മുഷ്ടി ഉരുട്ടി. അരുത് തമ്പ്ര, അടിയനകത്ത് കയറിക്കോളാവേ. ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരത്തിനിടക്കുമൊക്കെ അർജുൻ ഓരോ ചോദ്യങ്ങൾ തൊടുത്തുവിട്ടെങ്കിലും ചാരു മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.